നമസ്കാരം. കരുവന്നൂർ കേസിൽ പിടിമുറുക്കുകയാണ് ഇഡി. അതിദാരുണമായ ദുരൂഹതയുണർത്തുന്ന ഒരു വാർത്ത ഈ മണിക്കൂറിൽ വന്നു. അത് അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതിമാരും സുഹൃത്തായ അധ്യാപികയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളതാണ്. മരണത്തിനു പിന്നിൽ ദുർമന്ത്രവാദമാണെന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ചൂടുപിടിക്കുകയാണ് മുന്നണികളും. വോട്ടുറപ്പിക്കാൻ നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി എന്ന വാർത്തയും ഇന്ന് വന്നു. ഈ രീതിയിൽ ഒരുപാട് വാർത്തകൾ നിറഞ്ഞ ഒരു സായാഹ്നമാണ് ഇത്. എല്ലാ വാർത്തകളുടെയും സമഗ്ര ചിത്രവുമായി നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പോകുന്നത് മലയാളി ദമ്പതിമാരെയും സുഹൃത്തായ അധ്യാപികയെയും അരുണാചലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയിലേക്കാണ്. കോട്ടയം സ്വദേശികളായ ദേവി, ഭർത്താവ് നവീൻ, തിരുവനന്തപുരം സ്വദേശി ആര്യ എന്നിവരാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ആര്യയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചിരുന്നു. ആര്യയുടെ പിതാവാണ് പരാതി നൽകിയത്. മരണത്തിനു പിന്നിൽ ദുർമന്ത്രവാദം എന്ന് സംശയിക്കുന്നതായാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഈ ആര്യ എന്ന് പറയുന്നത് വളരെയധികം ഒതുങ്ങി കൂടുന്ന ഒരു ഇതാണ്. ആരുമായിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. വളരെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. കാര്യം കുട്ടിയുടെ കല്യാണം ഈ അടുത്ത സമയത്ത് നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ മാസം അടുത്ത മാസമോ കല്യാണം നിശ്ചയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് പുള്ളി. ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കതൊന്നും അറിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ഷോക്കിലാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ പയ്യൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ. ഈ പുനർജനി എന്ന് പറയുന്ന ഒരു സംഭവത്തെപ്പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള സേവയോ അങ്ങനെ കണ്ട് ചെയ്തിങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ വരഞ്ഞ് ബ്ലഡ് ഊർന്നു പോയി ആള് മരണപ്പെട്ടിരിക്കുന്നു. മരണത്തിൽ നിർണായക വിവരം പോലീസിന് ലഭിച്ചു. ബ്ലാക്ക് മാജിക്കിന് ഇരയായെന്ന് ടെലിഗ്രാം വഴിയാണ് ഇരയായതെന്നും സംശയം. ബ്ലാക്ക് മാജിക്കിൽ ആദ്യം ആകൃഷ്ടനായത് നവീനാണ്. പിന്നാലെ ഭാര്യയായ ദേവിയെയും സുഹൃത്ത് ആര്യയെയും ഉൾപ്പെടുത്തി എന്നാണ് കണ്ടെത്തൽ. ഷഫീദ് റാവുത്തറും AV ജയശങ്കറും ടോബി ജോൺസണും ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തുടക്കം മുതൽ ദുരൂഹത നിറഞ്ഞ ഒരു വാർത്ത വരുന്നു. അതേ തുടർന്നുണ്ടാകുന്ന വിവരങ്ങൾ. ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നത് പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ നമുക്ക് ശരിക്കും ഞെട്ടലുളവാക്കുന്നതാണ്. ആ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? സ്മിത, അടിമുടി ദുരൂഹത നിറഞ്ഞ സംഭവത്തിൽ പോലീസിനെ സംബന്ധിച്ച് അവർ ഏറ്റവും ഒടുവിൽ അവർക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ടെലഗ്രാം ബ്ലാക്ക് മാജിക് ആണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ടെലഗ്രാം വഴി നടത്തിയ ഇടപാടുകളെ തുടർന്ന് ബ്ലാക്ക് മാജിക്കിൽ ആകൃഷ്ടരാവുകയും അതിനുശേഷം 3 പേരുടെ ജീവനെടുക്കുന്ന വളരെ ദുരൂഹമായ സംഭവത്തിലേക്ക് ഇക്കാര്യം എത്തി എന്നുള്ളതുമാണ് പോലീസ് സംശയിക്കുന്നത്. വളരെ ഊർജിതമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന്, കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ബ്ലാക്ക് മാജിക്കിൽ ആദ്യം ആകൃഷ്ടനായത് നവീനാണ്. പിന്നാലെ ഭാര്യയും സുഹൃത്തായിട്ടുള്ള ആര്യയും ഉൾപ്പെടുത്തി. മാത്രവുമല്ല, നവീൻ ആദ്യം ടെലഗ്രാമിലെ ചില ഗ്രൂപ്പുകൾ വഴിയടക്കം ഇത്തരം ആൾക്കാരുമായി ബന്ധപ്പെട്ടെന്നും അതിനുശേഷമാണ് ഈ രീതിയിലേക്കുള്ള ബ്ലാക്ക് മാജിക്കിലേക്ക് വശപ്പെട്ടതെന്നും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ഇത് തെളിയിക്കുന്ന ചില നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതും ഏറ്റവും നിർണായക വിവരമായി ഈ മണിക്കൂറിൽ മാറുന്നുണ്ട്. മാത്രവുമല്ല, ഇവർ നടത്തിയ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് 27-ാം തീയതി ഇവർ നടത്തിയ വിമാനയാത്രകൾക്ക് ശേഷം ഇവർ നടത്തിയ എല്ലാ യാത്രയിലും ദുരൂഹതയെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ആദ്യം പോയത് കൽക്കട്ടയിലേക്കാണ്. ശേഷം ഗുവാഹട്ടിയിലേക്ക് ഒരു യാത്ര നടത്തി. അവിടുത്തെ ഒരു ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിച്ചായിരുന്നു ഗുവാഹട്ടിയിലേക്കുള്ള യാത്ര. ഈ യാത്രയിലടക്കം ആരും പിന്തുടരാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തി. പ്രത്യേകിച്ച് പോലീസ് തങ്ങളുടെ പിറകെ വരാതിരിക്കാൻ ചില ശ്രമങ്ങൾ നടത്തി എന്നുള്ള സംശയം പോലീസിന് തന്നെ ഈ ഘട്ടത്തിലുണ്ട്. അതിനുവേണ്ടി ഡിജിറ്റൽ പണമിടപാട്, ATM-ഓ ഗൂഗിൾ പേയോ അതല്ലെങ്കിൽ ഫോൺ പേയോ അടക്കമുള്ള ഡിജിറ്റൽ പണമിടപാട് ഇവർ നടത്തിയിട്ടില്ല. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ച പണമടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. 2 ദിവസം, അതായത് ഗുവാഹട്ടി യാത്രക്കിടയിൽ 2 ദിവസം ഇവരെ പൂർണ്ണമായും കാണാതായി എന്നുള്ളതും പോലീസിനൊരു വിവരമായി ലഭിക്കുന്നുണ്ട്. അതായത് ഈ 2 ദിവസം ഇവർ എന്ത് ചെയ്തു, ആരെയൊക്കെ കണ്ടു, എവിടെയായിരുന്നു നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിവരവും ഒരു തെളിവും ഇവർ അവശേഷിപ്പിച്ചിരുന്നില്ല എന്നുള്ള വിവരം കൂടി പോലീസിനെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. നവീനിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചടക്കം ചില അന്വേഷണങ്ങൾക്കും പോലീസ് ഈ ഘട്ടത്തിൽ പോവുകയാണ്. എന്തായാലും ടെലഗ്രാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ടെലഗ്രാമിലെ ചില ഗ്രൂപ്പുകൾ, നവീൻ നടത്തിയ ചില കോൺടാക്റ്റുകൾ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്നുണ്ട്. സ്മിത.
ശരി, കൂടുതൽ വിവരങ്ങളുമായി ഷഫീദിനൊപ്പം തന്നെ ടോബി ജോൺസണും മരിച്ച ദേവിയുടെയും നവീന്റെ വീടിന്റെ പരിസരത്തു നിന്നാണ് ടോബി ചേരുക. ഒപ്പം ആര്യയുടെ വീടിന്റെ പരിസരത്തു നിന്ന് AV ജയശങ്കറും ചേരും. പക്ഷെ അതിനു മുൻപ് നമ്മളൊരു പ്രതികരണത്തിലേക്ക് കൂടി കടക്കുകയാണ്. പിന്നിൽ മന്ത്രവാദം ഉണ്ടെന്ന് സംശയിക്കുന്നതായി മരിച്ച ദേവിയുടെ ബന്ധുവും എഴുത്തുകാരനുമായ സൂര്യ കൃഷ്ണമൂർത്തി 24നോട് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു. കേരളത്തിൽ നിന്ന് 3 പേർ അരുണാചൽ പ്രദേശിൽ മരിച്ച സംഭവം. അതിൽ ഒരാൾ ദേവി എന്ന് പറയുന്ന ആൾ നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ ബന്ധു കൂടിയാണ്. സാർ ആ വീട്ടിൽ പോയിരുന്നു, എന്താണ് അവിടുത്തെ അവസ്ഥ, അതിന്റെ ഒരു കാരണം എന്താണ് ബന്ധുക്കളൊക്കെ പറയുന്നത്? ഞാനൊരു 3:30 മണിയോട് കൂടിയാണ് ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാനും എൻ്റെ ചേട്ടനും കൂടെ ആ വീട്ടിൽ പോയി. എൻ്റെ അമ്മയുടെ കസിൻ, അദ്ദേഹം ഇവിടുത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്നു. അദ്ദേഹം വലിയൊരു അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറും ആർട്ടിസ്റ്റും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ബാലൻ മാധവൻ. ബാലൻ മാധവനും ലോകം അറിയുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ദേവി. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ബാലനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഈ ബാലൻ്റെ മകൾ ദേവിയും കല്യാണം കഴിച്ചിരിക്കുന്ന നവീൻ തോമസ് എന്ന് പറയുന്ന ഒരാളാണ്. 15 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇവർ പ്രണയവിവാഹമായിരുന്നു. പങ്കജ കസ്തൂരി ആയുർവേദ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പരിചയപ്പെട്ടതാണ് അവർ. അപ്പോൾ പ്രണയം ഉണ്ടാകുകയും അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. ഈ 15 കൊല്ലവും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ ഇപ്പം മനസ്സിലാക്കിയിടത്തോളം ഒരു ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടു പോയി ഇവർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ കൂടൊപ്പം ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പാരൻസ് കംപ്ലൈൻറ്റ് ചെയ്തതനുസരിച്ചാണ് ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ 3 ഡെഡ് ബോഡീസ് കിട്ടിയത്. അവിടെ നിന്നുള്ള സൂപ്രണ്ട് പോലീസ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ബാലൻ ഈ കാര്യം അറിയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ പോയി ആ കുട്ടിയുടെ കല്യാണം മെയ് 3-ാം തീയതി ഫിക്സ് ചെയ്തിരിക്കുന്നതുമാണ് ഈ കുട്ടിയുടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരാൾ, അല്ലെങ്കിൽ ഈ 3 പേര് അവരിങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൽ വീഴണമെങ്കിൽ ഈ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലാക്ക് മാജിക്കിൽ ഇവർ അടിമപ്പെട്ടു എന്ന് പറയാനുള്ള ഒരു കാരണം എന്തെങ്കിലും പ്രത്യേകിച്ച് തെളിവുകളോ അങ്ങനെ അവരുടെ പ്രവൃത്തിയിൽ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ? നേരത്തെ ഇവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേവിയുടെ അച്ഛൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ അടിമപ്പെട്ടു പോയി അതിൽ. അവർക്ക് ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഇതാണ്. അങ്ങനെ ഉള്ളതിൽ ഇപ്പം പോലീസ് ട്രേസ് ചെയ്തെടുത്തപ്പോൾ ഇതെല്ലാം തിരികെ വരുന്നുണ്ട്. അങ്ങനെയാണ് ബാലൻ എന്നോട് പറയുന്നത് ഇത് ഇങ്ങനെ ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടു പോയതാണെന്ന്. തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഡെവിൾ വർഷിപ്പേഴ്സ് ഉണ്ട്. ബ്ലഡാണ് തീർത്ഥമായിട്ട് കൊടുക്കുന്നത്. അവർ ഡെവിളിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. ഇവരും അതിനകത്ത് അച്ഛൻ എഴുതിയിരിക്കുന്ന മെസ്സേജ് എഴുതിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു, ഇനി ഞങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ പലതും കേൾക്കുന്നു. അവിടെ നിന്നപ്പോൾ ഓരോരുത്തർ പറഞ്ഞതെല്ലാം സത്യമാവണമെന്നില്ല. അവർ പറഞ്ഞത് ഇവർ വീണ്ടും ഈ ബാലൻ്റെ മകളായിട്ട് ജനിക്കും എന്നാരോ പറഞ്ഞു, അങ്ങനെയാണ് പോയതെന്നും ഒക്കെ പറയുന്നു. അതൊക്കെ എനിക്കറിയില്ല എന്തുവാണെന്ന്. പക്ഷേ എനിക്ക് തോന്നിയത് ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്കിൽ വീണു പോകുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കുകയും നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവരിവിടെ താമസിച്ചിരുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണോ അതോ കോട്ടയത്ത് തന്നെയാണോ താമസിച്ചത്? ഇവർ തിരുവനന്തപുരത്താണ് അവർ താമസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ നവീൻ തോമസിൻ്റെ കുടുംബ വീട്ടിലാണ് രണ്ടുപേരും കുറേ നാളായിട്ട് താമസിക്കുന്നത്. പോകുന്നതിന് മുമ്പ് 28-ാം തീയതി പോകുന്നതിന് മുമ്പ് ബാലനെ വിളിച്ച് അറിയിച്ചിരുന്നവർ ഇങ്ങനെ പോവുകയാണ് എന്നുള്ള കാര്യം. ഈ ദേവിയെ നേരിട്ട് പരിചയമുണ്ടോ സാറിന്? എപ്പോഴെങ്കിലും സംസാരിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഉള്ളൊരു ക്ലോസ് ആയിട്ടുള്ള ബന്ധം എനിക്കില്ലായിരുന്നു. പക്ഷേ ബാലനുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റല്ലേ, ഫോട്ടോഗ്രാഫറല്ലേ. അപ്പം ഞാനുമായിട്ട് വളരെയധികം അടുത്ത് പെരുമാറേണ്ട പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പരിപാടികളുടെ ഒക്കെ ചില ഫോട്ടോഗ്രാഫ്സൊക്കെ ഈ പോസ്റ്ററിലൊക്കെ ഉള്ളത് ബാലനെടുത്തിട്ടുള്ളതാണ്. ചിലത്, എല്ലാമല്ല, ചിലത്. അങ്ങനെ ഞാൻ ബാലനെ ആ രീതിയിലാണ് കാണുന്നത്, ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഈ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ലക്ഷ്യത്തിനെത്തി എന്നവർ കരുതുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്ന അവരെ ഏറെ സ്നേഹിച്ച അച്ഛനും അമ്മയും ഇനി അവർക്കൊരു ചെറിയ തരി സന്തോഷമെങ്കിലും ഇനി ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ബോധവൽക്കരണമാണ് ആവശ്യം എന്നെനിക്ക് തോന്നുന്നു. മരിച്ച പെൺകുട്ടി ദേവിയുടെ അച്ഛൻ്റെ ബന്ധു കൂടിയായ ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്.
ഒപ്പം തന്നെ ജയശങ്കർ, AV ജയശങ്കറും ടോബിയും ചേരുന്നുണ്ട്. ആദ്യം ടോബിയിലേക്കാണ്. ടോബി, ഇപ്പോൾ അദ്ദേഹം സൂര്യകൃഷ്ണമൂർത്തി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പരിഷ്കൃത സമൂഹമാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവർ. 3 പേരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്, ആയുർവേദ കോളേജിലൊക്കെ പഠിച്ച് ജോലി നോക്കുന്നവരാണ്. അതുപോലെ തന്നെ ആര്യയാണെങ്കിലും ഫ്രഞ്ച് അധ്യാപികയായി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് എന്നുള്ളൊരു വിഷയം ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് വല്ലാത്ത ഞെട്ടലും ആശങ്കയും ഉളവാക്കുന്നുണ്ട്. അത് ആ മാതാപിതാക്കളെയോ അയൽക്കാരെയോ അവരെക്കുറിച്ച് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ടോബിക്ക് കൂടുതൽ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? സ്മിത, നമ്മൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഞെട്ടലിലാണ്. കാരണം ഇങ്ങനെയൊരു സംഭവം ഈ വീട്ടിൽ സംഭവിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. പോലീസ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. അത് ആര്യയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയാണ്. അങ്ങനെ പോലീസ് എത്തിയപ്പോഴാണ് ഇവരുമായിട്ടുള്ളൊരു ബന്ധം, ഇങ്ങനൊരു സംശയമുണ്ട് എന്നുള്ള ഒരു വിവരം ഇവരറിയുന്നത്. അതുപോലെ തന്നെ ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ബന്ധം, ഈ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരുടെ മരണമെന്ന് നാട്ടുകാർ അറിയുന്നത്. അത് പോലീസുകാർ തന്നെ പങ്കുവച്ച ഒരു വിവരമാണ് എന്നുള്ള സൂചന തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചവരൊക്കെ നൽകുന്നത്. അതുകൂടി കേട്ടപ്പോൾ വലിയൊരു ഞെട്ടലാണ്. കാരണം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. നവീന്റെ അച്ഛനും അമ്മയാണെങ്കിൽ തന്നെ അവർ സർക്കാർ ജോലിക്കാരായിരുന്നു. വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്തു. അതിനുശേഷം കോട്ടയത്തേക്ക് വന്നു. കോട്ടയത്തും ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം വീട്ടിൽ ജീവിക്കുന്നു. നാട്ടിലുള്ളവരുമൊക്കെ ആയിട്ട് നല്ല ബന്ധവുമുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബമാണ്. മകൻ നവീൻ ആണെങ്കിൽ തിരുവനന്തപുരത്തായിരുന്നു പഠനം ഉണ്ടായിരുന്നത്. പഠിച്ചതെല്ലാം തന്നെ ആയുർവേദമെല്ലാം തന്നെ പഠിച്ചത് അവിടെയാണ്. വിവാഹം അവിടുന്ന് കഴിച്ചു. നല്ല രീതിയിൽ ജീവിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലേക്ക് അവർ എത്തി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ നാട്ടുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നുവെങ്കിലും നവീൻ കാര്യമായിട്ട് നാട്ടുകാരുമായിട്ടൊന്നും ഇടപഴകുന്ന ഒരു സ്വഭാവമായിരുന്നില്ല. പലപ്പോഴും നവീനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് തിരുവനന്തപുരത്തായിരുന്നു കൂടുതൽ സമയം നവീൻ ഉണ്ടായിരുന്നത് എന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സൂര്യകൃഷ്ണമൂർത്തി അടക്കമുള്ളവർ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ വലിയൊരു ഞെട്ടൽ അത് തന്നെയാണ് ഈ നാട്ടുകാരും പങ്കുവെക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഈ വീട്ടിൽ സംഭവിച്ചോ എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും ചോദിക്കുന്നത്. എന്തായാലും അടുത്ത ബന്ധുക്കളായിട്ടുള്ള 2 പേർ ഈ അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് ഇൻക്വസ്റ്റ് നടപടികളിലെ ബാക്കി നടപടികൾ പൂർത്തിയാക്കി ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവർ പോയിട്ടുള്ളത്. എന്തായാലും അവിടേക്ക് എത്താൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അവരെത്തിയാൽ മാത്രമേ ഈ നാട്ടുകാർക്കും എല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ. പോലീസ് ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് അറിയുകയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയൊരു ചർച്ച, വലിയൊരു ആകാംക്ഷ, അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം ഈ നാട്ടിൽ ഉള്ള 2 പേർക്ക് സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ ചോദിക്കുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ആര്യയുടെ അടുത്തു നിന്നാണ് ജയശങ്കർ ചേരുന്നത്. ജയശങ്കർ, ഇത്തരത്തിലൊരു ബ്ലാക്ക് മാജിക് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ നവീനാണ് ഇതിലേക്ക് ആദ്യം ആകർഷണമായത് എന്ന് പറയുന്നു. ടെലഗ്രാം വഴിയായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഈ 3 പേർ മാത്രമല്ല നവീനെ ഇതിലേക്ക് നയിച്ചത്. അതിനു പുറകിൽ മറ്റുള്ളവരുണ്ടാകാം. ആ രീതിയിലൊക്കെ തന്നെ അന്വേഷണം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. വീട്ടുകാരോട് സംസാരിക്കാൻ കഴിഞ്ഞോ? കൂടുതൽ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ആര്യയ്ക്ക് ഇതുപോലുള്ള ബന്ധങ്ങൾ ഉണ്ടായി എന്നോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ബ്ലാക്ക് മാജിക് പോലുള്ള അല്ലെങ്കിൽ ദുർമന്ത്രവാദം പോലുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യം തോന്നി തുടങ്ങിയതായോ എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ ആര്യ കാണിച്ചതായി ആ രീതിയിലുള്ള സംശയങ്ങളുണ്ടോ, വിവരങ്ങളുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് ദേവിയുടെ വീടിന് മുന്നിലാണ്. തിരുവനന്തപുരം സ്വദേശിനി തന്നെയാണ് ദേവിയും. നമ്മൾ ഇരു കുടുംബത്തോടും ആര്യയുടെയും ദേവിയുടെയും കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അവർ നിലവിലെ സാഹചര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് നമ്മോട് പറഞ്ഞത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയധികം വാർത്തകൾ വന്നു. ഇതിൽ ദുർമന്ത്രവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലീസ് കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ
വിവരങ്ങളാണ് നിലവിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ടെലിഗ്രാം വഴി ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്നാണ് നിലവിൽ പോലീസിൻ്റെ ഒരു നിഗമനം. ഇത്തരത്തിലുള്ള വ്യാജ തട്ടിപ്പുകൾ നടത്തുന്ന ഗ്രൂപ്പുകളെ സംബന്ധിച്ചൊരു അന്വേഷണം നിലവിൽ പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ, അതിലേക്ക് തന്നെയാണ് ഈ 3 മരണവും ഏറെക്കുറെ എത്തിച്ചേരുന്നത്. അത്തരത്തിലുള്ള ഒരു സൈബർ തട്ടിപ്പിൻ്റെ ഇരകളാണോ ഈ 3 പേരെന്നത് തന്നെയാണ് നിലവിൽ കേരള പോലീസ് സംശയിക്കുന്നത്. അന്വേഷണവും അത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. അതിന് തക്ക തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ നിലവിലെ ഘട്ടത്തിൽ ആ തെളിവുകൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ ഈ 3 പേർ മാത്രമല്ല, മറ്റൊരു വലിയ സംഘം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അത്തരത്തിൽ ഇവർ ഇതിൽ കുടുങ്ങി പോവുകയായിരുന്നു. അത്തരത്തിൽ മാനസിക നില മറ്റൊരു തലത്തിലേക്കായി ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്ന സാഹചര്യം എന്നാണ് നിലവിൽ പോലീസിൻ്റെ നിഗമനം. ഇതിൽ പല കാര്യങ്ങളും കുടുംബങ്ങൾക്ക് അറിയില്ല എന്നതും മറ്റൊരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം അവിടെ നടക്കുന്നു. നാളെയോടെ തന്നെ ബന്ധുക്കളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്യും. വീട്ടിലെത്തിയായിരിക്കും ചോദ്യം ചെയ്യലല്ല, മൊഴിയെടുക്കൽ നടത്തും. കുടുംബക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതിൽ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കാരണം ബന്ധുക്കളുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിൽ നിർണായകമായ കാര്യം. ഇത് സാങ്കേതികമായ ഒരു ആത്മഹത്യയാണെങ്കിൽ പോലും ഇതിൽ ബ്ലാക്ക് മാജിക്കിന്റെ ഉൾപ്പെടെ ഇടപെടലുണ്ട്. അന്വേഷണം ആ രീതിയിൽ തന്നെ പോകേണ്ടിയിരിക്കുന്നു. മീനടം സ്വദേശികളായ ദമ്പതികളുടെയും തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപികയുടെയും മൃതദേഹം അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ലഭിച്ചത്. അതേ തുടർന്നാണ് കൂടുതൽ വിവരങ്ങൾ, നിർണായക വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ മണിക്കൂറിലെത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടി കടുപ്പിക്കുകയാണ് ഇ ഡി. മുൻ എംപിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിന് ED നോട്ടീസ്. ഈ മാസം 4-ന് ഹാജരാകാനാണ് നിർദ്ദേശം. കൗൺസിലർ PK ഷാജനും നോട്ടീസ്. വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായുള്ള PK ബിജുവിന്റെ ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ മുൻപും കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെയാണ് ഇത് തുടക്കത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉന്നയിച്ചത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്, ആ നടപടികളൊക്കെ. ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്തെല്ലാമാണ് വിവരങ്ങൾ? നിലവിൽ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ സതീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നേരെ മറിച്ച് ഈ PK ബിജുവും അതോടൊപ്പം PK ഷാജനും നേരത്തെ CPIM നിയോഗിച്ച ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് CPIM നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഇവർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരമുണ്ടായിരുന്നു. ഇവർ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതുമാണ്. ഈ വിഷയത്തിൽ നേരത്തെ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ചോദ്യം ചെയ്തപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊരു സമിതിയോ അത്തരമൊരു റിപ്പോർട്ടോ ഇല്ല എന്നാണ് അദ്ദേഹം അന്ന് അതിന് മറുപടി നൽകിയത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ സമിതിയുടെ അംഗങ്ങൾ കൂടിയായ PK ബിജുവിനും PK ഷാജനും നോട്ടീസ് നൽകിയത്. കരുവന്നൂർ കേസിലെ നെല്ലും പതിരും തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി. വ്യാഴാഴ്ച ഹാജരാവാൻ ബിജുവിനും വെള്ളിയാഴ്ച ഹാജരാവാൻ ഷാജനും നോട്ടീസ് ED നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ചോദിക്കാൻ പോകുന്നത്, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസെല്ലാം ഉയർന്നു വരുന്നതിന് മുൻപ് പാർട്ടിക്കറിയാവുന്ന, പാർട്ടി കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെ എന്നറിയുന്നതിന് വേണ്ടിയായിരിക്കും. അത്തരം ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ശ്രീകാന്ത്, തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ്. തീർച്ചയായിട്ടും CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു കുരുക്കായി മാറുകയാണ്. ഒപ്പം തന്നെ ഈ കൗൺസിലർ PK ഷാജന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏത് അടിസ്ഥാനത്തിലാണ് ഷാജന് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്? വെള്ളിയാഴ്ച ഹാജരാകാനാണ് ഷാജനോട് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ PK ബിജുവും PK ഷാജനുമായിരുന്നു പാർട്ടി ഈ കരുവന്നൂർ കേസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങളായി ഉണ്ടായിരുന്നത്. അതിനാലാണ് ഇരുവർക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയത്. ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് AC മൊയ്തീൻ, MK കണ്ണൻ അടക്കമുള്ളവർക്ക് വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകും. നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് MM വർഗീസിന് ജില്ലാ സെക്രട്ടറിക്ക് ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അതിശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്താനാണ് നിലവിലിപ്പോൾ ED തീരുമാനിച്ചത്. നേരത്തെ പ്രധാനമന്ത്രി 2 തവണയാണ് ഈ കരുവന്നൂർ കേസിൽ വിട്ടുവീഴ്ചയില്ല, ശക്തമായ അന്വേഷണം നടക്കും എന്ന് പറഞ്ഞത്. തൊട്ടു പിന്നാലെ വലിയ സമ്മർദ്ദം ED ഉദ്യോഗസ്ഥർക്ക് മുകളിലുണ്ട്. അതിനാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഈ കേസിൽ നേരത്തെ സഹകരണ രജിസ്ട്രാർ ഒത്തുകളിച്ചു എന്നൊരു രീതിയിൽ ഒരു കണ്ടെത്തൽ EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു.
അതായത് ഓഡിറ്റ് വിവരങ്ങൾ മറച്ചു വെച്ചാണ് സഹകരണ രജിസ്ട്രാർ ഒത്തുകളിച്ചത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സഹകരണ രജിസ്ട്രാർ പോലും ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മൊത്തത്തിൽ കരുവന്നൂർ ഒരു കീറാമുട്ടിയായി മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പടിവാതുക്കലെത്തി നിൽക്കെ CPIM-ന് അറസ്റ്റിലേക്ക് ഒരു സംശയവും വേണ്ട. ചില അറസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടി കടുപ്പിക്കുകയാണ് ED. മുൻ MP-യും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിനും ഈ മാസം 4-ന് ഹാജരാകാൻ PK ബിജുവിന് നിർദ്ദേശം. ഒപ്പം തന്നെ കൗൺസിലർ PK ഷാജനും നോട്ടീസ്. വെള്ളിയാഴ്ചയാണ് ഷാജന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കും എന്ന SDPI-യുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോര് മുറുകുകയാണ്. SDPI-യുടെ പിന്നാലെ നടന്നാണ് കോൺഗ്രസ് പിന്തുണ തേടിയതെന്ന് EP ജയരാജൻ ആരോപിച്ചു. വർഗീയതയെ സംരക്ഷിച്ചും താലോലിച്ചും അവരുടെ പിന്തുണയാർജിച്ച് അധികാരത്തിലേക്ക് വരാൻ, ജയിച്ചു വരാനുള്ള വൃത്തികെട്ട നിലപാട് സ്വീകരിക്കലല്ല. SDPI-യുടെ പിന്തുണ സ്വീകരിക്കാൻ അവർ ചെയ്തിട്ടുള്ള വൃത്തികെട്ട നടപടികളെല്ലാം നാളെ പുറത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് SDPI UDF ഒരു പുതിയ ഐക്യം ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് മതന്യൂനപക്ഷങ്ങൾക്ക് ആപത്താണ്. കോൺഗ്രസ് രാജ്യദ്രോഹികളുമായി സഖ്യമുണ്ടാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഭീകരവാദ പരിശീലനം വിദേശ രാജ്യങ്ങളിൽ നടക്കം അവർക്ക് പരിശീലനം സിദ്ധിച്ചു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് UDF-ന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും UDF നേതാക്കൾക്കും ഇത് അവരുടെ നയം തന്നെയാണോ, പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചോ ഇല്ലയോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം. കോൺഗ്രസ് ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. അവർ പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്. അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ്. ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.